ജോസഫ് നീതിമാനും സത്യസന്ധനുമായിരുന്നു. താനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന മേരി ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. ഈ കാര്യം പുറം ലോകം അറിഞ്ഞാൽ മേരിയെ വ്യഭിചാരിണിയായി മുദ്രകുത്തുകയും കല്ലെറിഞ്ഞ് കൊല്ലാൻ ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് അറിയാമായിരുന്ന ജോസഫ് അവളുടെ സുരക്ഷയെ കരുതിയും അവളെ അപമാനിക്കാൻ ഇഷ്ടപ്പെടായികയിലുമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലെത്തിയത്. ദൈവവിശ്വാസിയും ദൈവത്തിൽ ആശ്രയിച്ചിരുന്നവനുമായ ജോസഫ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങിവന്ന മാലാഖ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ദൈവപദ്ധതിയിൽ പങ്കുചേരാൻ ആവശ്യപ്പെട്ടപ്പോൾ യാതൊരു മടിയും കൂടാതെ അവിടുന്ന് മറിയത്തെ സ്വീകരിച്ചു. ദൈവഹിതത്തിനും നിർദ്ദേശങ്ങൾക്കും എന്നും വിധേയപ്പെട്ടവനായിരുന്നു ജോസഫ്. യേശുവിനെ ജോസഫ് അതിയായി സ്നേഹിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് തിരുക്കുടുംബത്തിൻ്റെ പാലായനത്തിൻ്റെ കഥകൾ. ദേവാലയത്തിൽ കാണാതായ യേശുവിനെ തേടിയുള്ള അന്വേഷണം അവിടുത്തെ പ്രതി ജോസഫ് എത്രമാത്രം ഉത്കണ്ഠപ്പെട്ടിരുന്നുവെന്ന് കാണിച്ചു തരുന്നുണ്ട്. വിശുദ്ധ യൗസേപ്പിനെ കുറിച്ച് ബൈബിളിൽ അവസാനമായി പരാമർശിക്കുന്നതും ഈ ഭാഗത്താണ്. വിപുലമായ ചരിത്രമോ ജീവിത കഥകളോ വിശുദ്ധ യൗസേപ്പിനെ സംബന്ധിച്ച് ലഭ്യമല്ലെങ്കിലും വലിയൊരറിവ് സുവിശേഷകൻ നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. ജോസഫ് ഒരു നീതിമാനായിരുന്നു, തിരുക്കുടുംബ പാലകനായിരുന്നു.